हाय फ्रेंड्स। आज मन करती है आप सबको बात करने के लिए. പ്രധാനമന്ത്രിയുടെ മൂന്നാമത്തെ സന്ദേശം എത്തിയിട്ടുണ്ട്. ആദ്യത്തേതിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ചോദ്യപേപ്പർ ലീക്കേജിനെ പറ്റിയിട്ടും അതിനെ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതിനെ പറ്റിയിട്ടും ഒക്കെ ആയിരുന്നെങ്കിൽ, രണ്ടാമത്തെ വീഡിയോയിൽ ആ വീഡിയോ കണ്ടതിന് യുവാക്കൾക്കൊരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു. മൂന്നാമത്തെ വീഡിയോയിൽ അദ്ദേഹം ഇപ്പം പറയാനായിട്ട് ആഗ്രഹിച്ചത് തനിക്കെതിരെയും തന്റെ അമ്മയ്ക്കെതിരെയൊക്കെ ആയിട്ടുള്ള വന്നിട്ടുള്ള ആ പ്രൊട്ടസ്റ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങളും അതേപോലെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോണ്ട. വൈരാഗ്യ ബുദ്ധി എന്ന് പറയുമ്പോൾ ആ കിളവന്റെ ഫ്രണ്ട്സ് ആര് എന്നൊക്കെ ചോദിച്ച ആളുകൾക്കൊക്കെ ചെറുതായിട്ട് കുഴപ്പമില്ല, നമുക്ക് ഒരേ ടേംസിൽ പോവാം എന്ന് പറഞ്ഞൊരു രീതിയിലൊക്കെ തോന്നി എനിക്ക് ആ സന്ദേശം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ കൂടെ വന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ പോയിക്കൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, ഇനി ചോദ്യ പേപ്പർ ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താണ് ചെയ്തിട്ടുള്ളത്? കാര്യം 2 വർഷത്തെ കഠിനാധ്വാനം പഠിക്കാൻ അത്രത്തോളം ഉണ്ടാവും. സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കറിയാം അത്രത്തോളം പഠിക്കാനുണ്ടാവും. അതിന്റെ കൂടെ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം അവരനുഭവിക്കുന്ന ഒരു മെന്റൽ പ്രഷർ അത്രയാണെന്നുള്ളത്. അപ്പൊ ഇനിയും ഇങ്ങനെ ഒരു ചോദ്യ പേപ്പർ ലീക്കേജ് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ മൈൻഡിൽ ഇരിക്കുന്നത് സ്വാഭാവികമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇനി ഇത് ചോദ്യ പേപ്പർ ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്താണ് ചെയ്തിട്ടുള്ളത്? അതിപ്പോഴും നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ഒരു 8th സ്റ്റാൻഡേർഡ്സ് മുതൽ അവരുടെ ഒരു താല്പര്യങ്ങൾ ഉണ്ടാവും. എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ആർക്കിടെക്ട് ആവണം. ഇതേപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് അവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ, ഇപ്പൊ കരിയർ ഗൈഡൻസ് ഒക്കെ കുട്ടികൾക്ക് അതിൽ ഒക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഈ +1 +2ന്റെ സമയത്ത് ഉണ്ടാവുന്ന ഈ ഓവർ ഹറിബറിയും ഓവർ ബേർഡൻ ഒക്കെ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. ഒരിക്കലും 13 വയസ്സുകാരനെ അല്ലെങ്കിൽ വയസ്സുകാരനെ ഒരു തൊഴിൽ മേഖലയിലേക്ക് തള്ളിവിടണം എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ നമ്മൾ ഇതേപോലത്തെ കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്കും അതേപോലെ തന്നെ പാരന്റ്സിനും കുറച്ചും കൂടി ഒന്ന് എളുപ്പത്തിൽ ഒന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഏത് കാരിയർ കുട്ടീനെ കൊണ്ട് എടുപ്പിക്കണം എന്നുള്ളത് വലിയ ബയസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യപേപ്പർ ലീക്കേജും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല കുറച്ചും കൂടി ഒരു വിശ്വാസപ്രദമാക്കി മാറ്റുക എന്നുള്ളതും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പറയാനുള്ളത്, ഓരോ കുട്ടിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം ഇതാവണം, അവരുടെ കഠിനാധ്വാനത്തിന് ഇനി യാതൊരു പോറലും ഏൽക്കാതെ അവര് അത്രയും നാള് പ്രവർത്തിച്ച ഇത് വെള്ളത്തിൽ വരച്ച വര പോലെ ആവില്ല എന്നുള്ള ഒരു ഉറപ്പും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? കമന്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. താങ്ക് യു സോ മച്ച്.